നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ രാമഭക്തർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന സാഫല്യത്തിൻ്റെ ദിവസമാണിന്ന്. ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ കണ്ണുനീരോടെ, നെഞ്ചിൽ ഒരു സന്തോഷത്തിൻ്റെ വിങ്ങലോടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചപ്പോൾ ഇന്ത്യ മഹാരാജ്യം ലോകത്തിനു മുൻപിൽ ഒരിക്കൽ കൂടി തിളങ്ങുകയാണ് ചെയ്തത്. ഹൈന്ദവ വിശ്വാസത്തിൻ്റെയും ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെയും മഹത്തായ മാതൃകകൾ ലോകത്തിനു മുൻപിൽ തുറന്നു കൊടുത്തു. രാജ്യത്തെ ഇതുപോലെ ഒരുമിപ്പിച്ചിട്ടുള്ള മറ്റൊരു ചടങ്ങും ഇതിനു മുമ്പ് നടന്നിട്ടേയില്ല. എല്ലാ നേതാക്കൾക്കും എല്ലാ പാർട്ടിക്കാർക്കുമൊക്കെ വിശ്വാസങ്ങൾ ഏറെയുണ്ടെങ്കിലും അവരൊക്കെ ആഘോഷിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. എല്ലാവരും ഒരേ കാഴ്ചകൾ ഒരേ സമയം കണ്ടുകൊണ്ടിരുന്ന അത്യപൂർവമായ നിമിഷമായിരുന്നു ഇന്നത്തെ പ്രാണപ്രതിഷ്ഠ. ഭാഷയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ കണ്ണുകളും നോക്കിയിരുന്നത് ശ്രീരാമ ഭഗവാന്റെ ആ മഹാപ്രതിഷ്ഠയിലേക്കായിരുന്നു. 4 വയസ്സുള്ള ശ്രീരാമന് ഹൈന്ദവാചാരപ്രകാരം പ്രാണൻ കൊടുത്ത് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ആനയിച്ച ആ നിമിഷം കാണാത്ത ആരുണ്ടാവും? അത്ഭുതകരമായ ആ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ കണക്കെടുത്താൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രയധികം ആളുകൾ ഒരേ സമയം ടെലിവിഷൻ പരിപാടി കണ്ടിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ടെലിവിഷൻ പരിപാടി ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഒരേ സമയം കാണുന്നത് തീർച്ചയായും ഈ പ്രാണപ്രതിഷ്ഠ തന്നെയാവും. രാജ്യത്തെ 100 കണക്കിന് ചാനലുകൾ, അവയിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങായിരുന്നു. ആചാരങ്ങളെല്ലാം പാലിച്ച് മുഖ്യ യജമാനനായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒപ്പം RSS തലവൻ മോഹൻ ഭഗവതും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സന്യാസിയുമായ യോഗി ആദിത്യനാഥും ധർമ്മസംഘം ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് സത്യഗോപാൽ ദാസും മാത്രം ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തി. മുഖ്യ പുരോഹിതനായി ലക്ഷ്മികാന്ത് ദീക്ഷിത്. എല്ലാ ചടങ്ങുകളും സുതാര്യമായി ലൈവായി ജനകോടികളുടെ ഹൃദയത്തിലേക്ക് പോകുന്നു. ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച മോദിയുടെ ഭക്തിനിർഭരമായ ഇരിപ്പും ചടങ്ങുകളിലെ പങ്കാളിത്തവും ഹിന്ദു ഭക്തരുടെ മാത്രമല്ല രാജ്യത്തെ മനുഷ്യസ്നേഹികളുടെ ഒക്കെ മനസ്സിൽ ഇടം പിടിച്ചു. അയോധ്യയിലെമ്പാടും കഴിഞ്ഞ കുറേ നാളുകളായി ആഘോഷമായിരുന്നു. അയോധ്യയിലെ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്നവർക്കല്ലാതെ അവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നത് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ്. കേരളത്തിലെ 20 പ്രമുഖരടക്കം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ക്ഷണിക്കപ്പെട്ട ആയിരങ്ങളായിരുന്നു അവിടേക്ക് എത്തിയത്. എല്ലാ നാവുകളിൽ നിന്നും പുറത്തേക്ക് വന്നത് ഒരേ ഒരു മന്ത്രം മാത്രം, റാം റാം എന്ന മന്ത്രം മാത്രം. ജയ് ശ്രീരാം വിളികളാൽ മുഖരിതമായിരുന്നു അന്തരീക്ഷം. എല്ലാവരും ആ പ്രാണപ്രതിഷ്ഠയെ ഹൃദയത്തോടെ സ്വീകരിച്ചു. ആയിരക്കണക്കിന് കണ്ണുകളിൽ നിന്നാണ് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞത്. മതത്തിൻ്റെയോ ജാതിയുടെയോ വേർതിരിവുകളില്ലാതെ എല്ലാവരും രാമഭക്തിയിൽ ആറാടിയ നിമിഷം. ഇവിടെ പരാജയപ്പെട്ടത് കുത്തിത്തിരിപ്പുകാരുടെ തന്ത്രങ്ങളായിരുന്നു. രാമൻ ഹിന്ദുവിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെതാണ് എന്ന് വിളംബരം ചെയ്തപ്പോൾ, രാമഭക്തിയാൽ ലോകം മുഴുവൻ ആറാടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കാം എന്ന് കരുതിയവരൊക്കെ നിരാശരായി. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാട്ടുമെന്ന് കരുതിയത് വെറുതെയായി. അയോധ്യ മുഴുവൻ അതീവ സുരക്ഷയിലായിരുന്നു. രാജ്യത്തെ ഏറ്റവും മഹത്തായ ചടങ്ങിനെ ഒരു ചെറിയ വിപരീത ശബ്ദം പോലും കേൾക്കാതിരിക്കാൻ സകല മനുഷ്യരും ഒരുമിച്ച് നിന്നു. ഏതെങ്കിലും ഒരു ചാനലിൽ ഈ സംപ്രേഷണം ഇല്ലാതിരുന്നില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് കാണാതിരുന്നില്ല. ജോലി സ്ഥലങ്ങളിലും വീടുകളിലുമൊക്കെ രാമമന്ത്രം ഉയർന്നു നിന്ന അഭൂത നിമിഷം. ഇത്ര മനോഹരമായ ഒരു ചടങ്ങ് രാജ്യത്തെ ഒരുമിപ്പിച്ച ഭക്തിയുടെ മഹോത്സവം ഇതിനു മുൻപ് ഈ രാജ്യം കണ്ടിട്ടേയില്ല എന്നതാണ് വാസ്തവം. അമിതാഭ് ബച്ചനും സച്ചിൻ ടെണ്ടുൽക്കറും മുതൽ രജനീകാന്തും ചിരഞ്ജീവിയും വരെ രാജ്യത്തെ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും അടക്കം ഒരുമാതിരിപ്പെട്ട എല്ലാ സെലിബ്രിറ്റികളും എത്തി. അയോധ്യയുടെ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞതുപോലും ഭാഗ്യമാണെന്ന് PT ഉഷ തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിപ്പെഴുതി. അയോധ്യയിലേക്ക് ഒഴുകാൻ ജനസമുദ്രം ഇപ്പോൾ മതിലുകെട്ടി കാത്തു നിൽക്കുകയാണ്. പ്രധാനമന്ത്രിയും നേതാക്കളും അയോധ്യ വിട്ടുകഴിഞ്ഞാൽ അവിടേക്ക്
മുസ്ലിം ജനതയ്ക്ക് മക്ക പോലെ, ക്രിസ്ത്യൻ ജനതയ്ക്ക് വത്തിക്കാൻ പോലെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും പഴയ മതത്തിൻ്റെ വിശുദ്ധ സ്ഥലം പ്രവേശിക്കുകയാണ്. ഇനി അയോധ്യയിലേക്ക് ലോകത്തൊരിടത്തുമില്ലാത്ത വിധത്തിലുള്ള ഭക്തപ്രവാഹമാകും. ഈ ചടങ്ങ് വഴി ഓരോ ഹിന്ദുവും ഓരോ ഭാരതീയനും ഒരിക്കലെങ്കിലും അയോധ്യ സന്ദർശിക്കണം എന്ന മാനസികാവസ്ഥയിലെത്തി. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ് ഉത്തർപ്രദേശിലെ അയോധ്യ. ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അയോധ്യയ്ക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ സമ്മാനങ്ങൾ ഒഴുകുകയാണ്. 500 കിലോഗ്രാം വരുന്ന ഒരു പെരുമ്പറ, സ്വർണവും വെള്ളിയും കൊണ്ടാണ് അത് തീർത്തിരിക്കുന്നത്. കോടിക്കണക്കിന് സാമ്പ്രാണിത്തിരികൾ, രാമന്റെ പേരിലുള്ള അലുവകൾ, ലഡു, 4.5 കോടിയോളം തവണ എഴുതിയ രാമനാമം, അങ്ങനെ പോകുന്നു സമ്മാന പെരുമഴ. 1800 കോടി ചെലവാക്കി നിർമ്മിച്ച ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി എത്തിയത് 3500 കോടിയാണ്. ഇനി വേണ്ട വേണ്ട എന്ന് ധർമ്മസംഘം ട്രസ്റ്റ് വിളിച്ചു പറഞ്ഞിട്ടും ജനം പണമൊഴുക്കിക്കൊണ്ടിരുന്നു. അയോധ്യ ക്ഷേത്രത്തിലേക്ക് ഇനി ഒഴുകിയെത്താൻ പോകുന്നത് കോടികളായിരിക്കും. ഞൊടിയിടയിൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയമായി അയോധ്യ മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ലോകമൊരുമിച്ച് ഭാരതത്തിലേക്ക് നോക്കി. ഭാരതത്തിൻ്റെ മഹാപാരമ്പര്യത്തിൻ്റെ പ്രതീകമായി അയോധ്യയിലെ രാമക്ഷേത്രം ഇതാ നിലവിൽ വന്നിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയിലൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന രാമൻ 100 കോടിയിലധികം വരുന്ന ഹിന്ദുവിൻ്റെ ആശ്വാസവും പ്രതീക്ഷയുമായി മാറിയിരിക്കുന്നു.